അഹമ്മദാബാദ് വിമാനാപകടത്തിൽ 224 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 214 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. വിമാനാപകടത്തിൽ മരിച്ച തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തിരിച്ചറിഞ്ഞാൽ നാട്ടിലെത്തിക്കേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, വിശദാംശങ്ങൾ പറയൂ. റിജിത്ത് കൃഷ്ണ, ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇതുവരെ 224 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഏതാണ്ട് 214ഓളം പേര് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് DNA പരിശോധനയിലൂടെയാണ് എന്നതും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അപകടത്തിൽ മരിച്ച തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ അത്തരം നടപടികൾ മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലാണ് വ്യോമയാന മന്ത്രി ഇന്നലെ അടിയന്തരമായി എയർപോർട്ട് ഡയറക്ടർമാരുമായി ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ എയർപോർട്ട് ഡയറക്ടർമാർക്ക് നൽകി. അതായത് യാത്രക്കാർ നേരിടുന്ന ആ അസൗകര്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കുവാനുള്ള നടപടികൾ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിലൊരു താമസവും ഉണ്ടാക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഒപ്പം തന്നെ നിലവിൽ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവർ ഈ ബ്ലാക്ക് ബോക്സ് എവിടെയാണ് അത് പരിശോധിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുകൂടി വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൽ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ഒരു വിവരം പുറത്തു വരികയുള്ളൂ. എന്തായാലും ആ നടപടികൾ കൂടി ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. റിജിത്ത് കൃഷ്ണ. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.